രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടില്ലേ? പിണറായി വിജയനെ തനിക്ക് ആലിംഗനം ചെയ്യാൻ കഴിയില്ലത്രേ. അതിന് കാരണം കേരളത്തിലെ രാഷ്ട്രീയമാണ് പോലും. ദേ ഈ ചിത്രം നോക്കി. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് വിശ്വ ഗുരുജിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും അതിനുശേഷം കണ്ണിറുക്കി കാണിക്കാനൊക്കെ യാതൊരു മടിയില്ല. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ സ്നേഹത്തിന്റെ കട തുറന്നിട്ടൊക്കെയാണ്. ആ സ്നേഹത്തിന്റെ കടയിലൂടെ നിരവധി പേർ ഇറങ്ങിപ്പോയി BJP-യിൽ ചേർന്നത് കൊണ്ട് നമുക്ക് ആ കട മാത്രമേ തുറന്നിടാൻ പറ്റൂ. ഇവിടത്തെ ആലിംഗന കട തുറന്നിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകത്തില്ല. അവർക്ക് താല്പര്യവും BJP-ക്ക് നേരെ തുറന്നു വച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹത്തിന്റെ കടക്കാരന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡയലോഗ് ഒന്ന്, പ്രവൃത്തി ഒന്ന്. പിന്നെ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ നന്നാകും? ഇതല്ലേ ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്ന കാര്യം. ഇന്ത്യ മുന്നണിയിലുള്ളവരിൽ കെട്ടിപ്പിടിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ശത്രുതയുള്ളവരടുത്ത് മാത്രമല്ലേ കെട്ടിപ്പിടുത്തം നടക്കാതെയുള്ളൂ. സ്നേഹവും അടുപ്പവും ഉള്ളവരെ വളരെ സ്വാതന്ത്ര്യത്തോട് പോയി അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാം. ആ കെട്ടിപ്പിടിക്കൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കൂടി പ്രശ്നമാണ്. അതാണ് പാർലമെന്റിൽ നമ്മൾ കണ്ടത്. പുറത്തുനിന്ന് എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പാർലമെന്റിൽ വന്ന് ക്യാമറകൾക്ക് മുന്നിൽ 2 ഡയലോഗ് അടിക്കുന്നതല്ലാതെ ഒരു പരസ്യമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് ആ കോക്രോച്ച് പാർട്ടി വിളിച്ചു ചേർക്കുമ്പോഴെങ്കിലും ഈ നാട്ടിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയിൽ വിശ്വാസമില്ലാതെ ഈ നാടിന്റെ ചെറുപ്പങ്ങൾ പാറ്റാ വിപ്ലവം എന്ന് കേട്ടപ്പോഴും അവരൊരു ആശയം ഉയർത്തിയപ്പോൾ അതിന്റെ പിന്നാലെ പോയത്. അത് രാഹുൽ ഗാന്ധി എന്ന് കണ്ടിരുന്നാൽ മതി. ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് സ്റ്റാലിൻ എന്റെ സഹോദരൻ മാതിരി. ഞാൻ എല്ലാ നേതാക്കന്മാരെയും അങ്ങനെ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ച് ഡയലോഗ് അടിച്ച നേതാവാണ്. അവിടെ സ്റ്റാലിന് ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ സ്റ്റാലിന്റെ DMK-യുടെ വോട്ട് കൊണ്ട് ജയിച്ച കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിന്ന നിപ്പി മറുകണ്ഠം ചാടി. ആ മറുകണ്ഠം ചാടൽ മനോഭാവക്കാരെ കുറിച്ച് പിന്നീട് DMK തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് കേട്ടിട്ട് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? കെട്ടിപ്പിടിക്കേണ്ടവരെ കെട്ടിപ്പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് നല്ലപോലെ അറിയാം. ആ കെട്ടിപ്പിടുത്തം ഇല്ലെങ്കിൽ ഇതിനകത്ത് അളിയനും സഹോദരിയും അമ്മയും എല്ലാം ED കൊണ്ടുപോയേനെ. അവർക്ക് ഇലക്ട്രൽ ബോണ്ടും കൊടുത്ത് നമ്മളൊരു കോംപ്രമൈസിൽ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി കെട്ടിപ്പിടിക്കുന്നതിൽ ഒരു ഐത്തവുമില്ലെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചേ മതിയാകുള്ളൂ.